ഏവർക്കും സുപ്രഭാതം. യാക്കോബ് തൻ്റെ മറ്റു മക്കളെക്കാൾ ഏറെ യോസേഫിനെ സ്നേഹിക്കുകയുണ്ടായി. യോസേഫ് 2 സ്വപ്നം കണ്ടു. ഈ 2 സ്വപ്നവും ഒന്ന് വിവരിച്ചപ്പോൾ യോസേഫ് ഉന്നതനായിട്ട് തീരും എന്നുള്ളതാണ് ആ സ്വപ്നത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രം. ഇത് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് അവനോട് വല്ലാത്ത അസൂയ തോന്നുവാൻ ഇടയായിട്ട് തീർന്നു. കാര്യം അവരെല്ലാം സഹോദരന്മാരാണ് എന്ന് വരികിലും ഒരുത്തന് ഉയർച്ച വരും എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ളവർക്ക് എന്തോ വല്ലാത്ത അസൂയ അവനോട് തോന്നുകയുണ്ടായി. ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ട് കണ്ടുവരുന്ന ഒരു ചിത്രമാണ്. കൂട്ടു സഹോദരന്മാരാകട്ടെ, സ്നേഹിതരാകട്ടെ, ബന്ധുക്കളാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉയർച്ചയിൽ പലപ്പോഴും നാം അസ്വസ്ഥരായിട്ട് തീരാറുണ്ടോ? ഇന്ന് പകലിൽ നമുക്കൊന്ന് ചിന്തിപ്പാൻ ഇടയായിട്ട് തീരട്ടെ. അസൂയ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉയർച്ചയിലും നന്മയിലും അവരുടെ അനുഗ്രഹത്തിലും അവരോടൊപ്പം ചേർന്ന് സന്തോഷിക്കുവാൻ, അവരോടൊപ്പം ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ നമുക്കിടയായിട്ട് തീരണം. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു, അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. അപ്പോൾ അസ്ഥി ദ്രവിച്ചു പോകുന്ന ഒരു രോഗം, അതിന്റെ കാരണം അസൂയയാണ്. അങ്ങനെ ഒരു രോഗം നമുക്ക് വരാതിരിക്കട്ടെ. അസൂയ നമുക്ക് പാടെ ഉപേക്ഷിക്കാം. ഇന്ന് പകലിൽ അസൂയില്ലാത്തവരായിട്ട് ജീവിക്കുവാനും മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിപ്പാനും സർവശക്തൻ എല്ലാവർക്കും കൃപ നൽകി സഹായിക്കുമാറാണ്.